ഈ വർഷം പുറത്തിറങ്ങിയ ഇറ്റ് എൻഡ്സ് വിത്ത് അസ് ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സിനിമയാണ്. ഗാർഹിക പീഡനത്തെ കുറിച്ചുള്ള സിനിമയായിരുന്നു ഇത്. വിരോധാഭാസം എന്ന് പറയാമല്ലോ. ഇറ്റ് എൻഡ്സ് വിത്ത് അസ് സെറ്റിൽ നടന്ന അതിക്രമങ്ങളുടെ കഥ സിനിമാ ലോകത്തെ ആകെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ഇറ്റ് എൻഡ്സ് വിത്ത് അസിന്റെ സംവിധായകനും നായകനുമായ ജസ്റ്റിൽ ബാൽഡോണിയക്കെതിരെ ലൈംഗിക അതിക്രമം അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ബ്ലേക്ക് ഉന്നയിച്ചിരിക്കുന്നത്. 80 പേജുള്ള പരാതിയിൽ ബാൽഡോണിയയ്ക്കും അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനി വേഫെയർ സ്റ്റുഡിയോയ്ക്കും സിഇഒ ജേമി ഹീത്തിനുമെതിരെയാണ് ബ്ലേക്ക് രംഗത്തെത്തിയിരിക്കുന്നത്. ലൈംഗിക അതിക്രമം, വ്യക്തിഹത്യ, സോഷ്യൽ മീഡിയയിലൂടെയുള്ള വിദ്വേഷ പ്രചരണം തുടങ്ങിയ ആരോപണങ്ങളാണ് ബ്ലേക്ക് ബാൽഡോണിയക്കെതിരെയും ഹീത്തിനുമെതിരെയും ഉന്നയിച്ചിരിക്കുന്നത്. കട്ട് പറഞ്ഞ ശേഷവും ബാൽഡോണി തന്നെ ചുംബിച്ചുവെന്നാണ് ബ്ലേക്ക് ആരോപിക്കുന്നത്. ബ്ലേക്കിന്റെ വണ്ണം കൂടിയതിന് ദേഷ്യപ്പെടുകയും ചെയ്തു. ബ്ലേക്കിന്റെ സമ്മതമില്ലാതെ ലൈംഗിക രംഗങ്ങൾ അവസാന നിമിഷം ഉൾപ്പെടുത്തിയെന്നുമാണ് പരാതിയിൽ പറയുന്നത്. സെറ്റിൽ ഇന്റിമസി കോർഡിനേറ്റർ ഉണ്ടായിരുന്നില്ല എന്നും ചിത്രീകരണത്തിനിടെ പോലും ചുംബനരംഗം ഇംപ്രവൈസ് ചെയ്ത് ഉൾപ്പെടുത്തിയെന്നും ബ്ലേക്ക് ആരോപിക്കുന്നു. ബാൽഡോണിയും ഹീത്തും ലൈംഗിക ചുവയുള്ള തമാശകൾ പറഞ്ഞു. ഹീത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ തന്നെ കാണിച്ചു. ബ്ലേക്ക് കുഞ്ഞിന് മുലപ്പാൽ നൽകുമ്പോൾ സമ്മതമില്ലാതെ ബാൽഡോണി വാനിലേക്ക് കയറി ചെന്നു. താരം വിവസ്ത്രയായിരിക്കുമ്പോഴും വാനിലേക്ക് കയറാൻ ഹീത്ത് ശ്രമിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. ബ്ലേക്കിന്റെ ശരീരത്തെക്കുറിച്ചും ലൈംഗിക അവയവത്തെക്കുറിച്ചും ബാൽഡോണിയും ഹീത്തും മോശമായ രീതിയിൽ സംസാരിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട്. താൻ ഉൾപ്പെടെയുള്ള സെറ്റിലെ സ്ത്രീകളോട് ബാൽഡോണി ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും സ്പർശിക്കുകയും ചെയ്തതായും പരാതിയിൽ ബ്ലേക്ക് പറയുന്നു. ബാൽഡോണിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ നിരന്തര ശല്യത്തെ തുടർന്ന് നിർമ്മാണ കമ്പനിയെ ബന്ധപ്പെട്ടുവെന്നാണ് ബ്ലേക്ക് പറയുന്നത്. ഇതിനുശേഷം മാത്രമാണ് സെറ്റിൽ ഇന്റിമസി കോർഡിനേറ്ററെ നിയോഗിക്കുന്നത്. ഇതിനിടെ സെറ്റിൽ മതിയായ സുരക്ഷയില്ലാതിരുന്നാൽ തനിക്കും കുഞ്ഞിനും കോവിഡും ബാധിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം തന്നോട് മറച്ചുവെച്ചതായും ബ്ലേക്ക് ആരോപിക്കുന്നു. എന്നാൽ മതിയായ ഇൻഷുറൻസ് പരിരക്ഷ പോലും ബാൽഡോണി ഒരുക്കിയിരുന്നില്ല എന്നും, മറിച്ച് ഷൂട്ട് വൈകുന്നത് മൂലം ഉണ്ടാകുന്ന പണനഷ്ടത്തെക്കുറിച്ചായിരുന്നു ബാൽഡോണിയുടെ വേവലാതിയെന്നും ബ്ലേക്ക് ആരോപിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ സെറ്റിൽ അവസാനിക്കുന്നതുമായിരുന്നില്ല. അടുത്ത ഭാഗം അരങ്ങേറുന്നത് സിനിമയുടെ പ്രമോഷൻ സമയത്താണ്. നായകനും സംവിധായകനും ആയിരുന്നിട്ട് കൂടിയും പ്രമോഷൻ പരിപാടികളിൽ ഒന്നിലും ബാൽഡോണി പങ്കെടുത്തിരുന്നില്ല. ബ്ലേക്ക് ഒറ്റയ്ക്കായിരുന്നു പ്രമോഷൻ പരിപാടികളിലും പങ്കെടുത്തത്. ഈ സമയം സോഷ്യൽ മീഡിയയിൽ ബ്ലേക്കിനെതിരെ ശക്തമായ ഹേറ്റ് ക്യാമ്പയിൻ നടന്നു. ബ്ലേക്ക് അധികാരം ഉപയോഗിച്ച് സിനിമയുടെ അവകാശങ്ങളും തട്ടിയെടുത്തുവെന്നുമാണ്, അഹങ്കാരിയാണെന്നുമായിരുന്നു പ്രചരണം.